ഈ BJPയെ സംബന്ധിച്ച് കുറച്ച് നാളുകളായ ഒരു നിയമമുണ്ട്. കാരണം 75 വയസ്സ് കഴിഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുവാനോ മത്സരിക്കാനോ പാടില്ല എന്നൊരു നിയമം അവർ അലിഖിതമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. എന്തായാലും അത് മോദിയെ ബാധകമാണോ, മോദിക്ക് അത് ബാധകമാണോ? അങ്ങനെ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ടല്ലോ. അങ്ങനെ അത് കേട്ട നാൾ മുതൽ പലരും വലിയൊരു ആശങ്കയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. മോദി ഈ 2025 ഇറങ്ങുമോ എന്നുള്ളത് കൊണ്ട്. കാരണം നരേന്ദ്രമോദി തന്നെ പറയുന്നുണ്ട്, പ്രധാനമന്ത്രി പദമൊക്കെ കഴിഞ്ഞാൽ ഞാൻ നേരെ സന്യസിക്കാൻ പോകും. അതങ്ങനെ തന്നെ ആയിരിക്കും, അത് മാറ്റമില്ല. പക്ഷെ മോദി ഉണ്ടാക്കിയ ഒരു വ്യക്തിപ്രാഭവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ഒരുപക്ഷെ ഈ എല്ലാ പാർട്ടികളിലും ഇങ്ങനെ ചിലരുണ്ടാകും. അവരുടെ ഒരു ഇമേജ് വളരെ വലുതായിരിക്കും. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ CPMൻ്റെ കാര്യം തന്നെ നോക്കുക. VS അച്യുതാനന്ദന് ഒരു വലിയൊരു ബിംബമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ. ഇപ്പോൾ അദ്ദേഹം ആരോഗ്യസ്ഥിതി മോശമായിട്ട് അദ്ദേഹം വിശ്രമത്തിലുമാണ്, ഇപ്പോൾ ചിത്രത്തിലില്ല. പക്ഷേ 2016 തെരഞ്ഞെടുപ്പ് വരെ വളരെ നിർണായകമായിരുന്നു. VSനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് വോട്ട് തേടിയിരുന്നത്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും CPMൻ്റെ സ്ഥാനാർത്ഥിയോടൊപ്പം VSൻ്റെ പടവും ഉണ്ടായിരിക്കും. ഒരുപക്ഷെ പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ ധർമ്മടത്ത് മാത്രം അതില്ലായിരിക്കാം, ബാക്കി എല്ലായിടത്തും അത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ 2021 തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ എല്ലായിടത്തും, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 24 CPMൻ്റെ സ്ഥാനാർത്ഥികളുടെ ഒന്നും ഫ്ലെക്സിൽ പിണറായി വിജയൻ്റെ പടം വെച്ചിട്ടുമില്ല. അപ്പോൾ നോക്കണേ, ചിലർക്കുണ്ടാക്കുന്ന ഒരു വ്യക്തി കേന്ദ്രീകൃതമായി മാറുന്നു. അപ്പോൾ പറയും പ്രസ്ഥാനത്തിന് താഴെയാണ് വ്യക്തികളെ. ശരിയാണ്. പിണറായി വിജയൻ തന്നെ VS നേടിയ ഒരു വല്ലാത്ത ഒരു ജനപിന്തുണയുണ്ടല്ലോ. ആ ജനപിന്തുണയിൽ അസഹിഷ്ണുത കൊണ്ടാണ് പിണറായി വിജയൻ ശംഖുമുഖത്ത് കടപ്പുറത്ത് CPMൻ്റെ ഒരു ജാഥ സമാപനത്തിൽ സംസാരിച്ചോ പറഞ്ഞല്ലോ, ഒരു ഉറുദു കവി എഴുതിയ കവിതയിലെ ശകലമെടുത്ത് കോട്ട് ചെയ്തു. അതായത് കടലിലെ തിരമാല അല്ലേ, അതിൽ നിന്ന് ഒരു ബക്കറ്റ് എടുത്ത് മാറ്റി വെച്ച് കഴിയുമ്പോൾ ആ തിരമാല കാണുന്നില്ല അല്ലേ. അതുപോലെയാണ് പ്രസ്ഥാനത്തിൽ നിന്ന് വ്യക്തിയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒന്നുമല്ല എന്ന് പറയുന്നത്. ആ പിണറായി വിജയനാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ കേന്ദ്രീകൃതമായിട്ട് കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞല്ലേ അദ്ദേഹത്തെ സ്തുതിച്ചു വന്നിരിക്കുന്നത്. പോട്ടെ, ഇത് നമുക്ക് ഈ നരേന്ദ്രമോദിയിലേക്ക് വരാം. പക്ഷെ നരേന്ദ്രമോദി അത്തരത്തിൽ പിണറായി വിജയനെ പോലെ ഒരു അഹന്ത കൊണ്ട് നിൽക്കുന്നില്ല. അദ്ദേഹം നിൽക്കുന്നത് പാർട്ടിക്ക് ഒരു താഴെയുള്ള ഒരാളായിട്ട് മാത്രമാണ്. അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ ദാസനാണ് എന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു പ്രധാനമന്ത്രിക്കും കിട്ടാത്ത തരത്തിലുള്ള ഒരു ജനകീയ പിന്തുണ അദ്ദേഹത്തിന് കിട്ടി. ഇപ്പൊ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയാണ് മൻ കി ബാത്ത്. ഇതിൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് വളരെ വലുതല്ലേ. 114ാമത്തെ പതിപ്പാണ് മൻ കി ബാത്ത് ഈ മാസം വരാൻ പോകുന്നത്. 100ാമത്തെ പതിപ്പ് വലിയ ആഘോഷമാക്കി ഇന്ത്യയിൽ. അതായത് ജനങ്ങളുടെ മനസ്സറിയുക റേഡിയോയിലൂടെയാണ് അദ്ദേഹം. അപ്പോൾ റേഡിയോയുടെ ആ ഒരു റീച്ച് അങ്ങ് അവിടെ കൂടി. നോർത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കാർ അന്നേ ദിവസം എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച രാവിലെ 11 മണിക്കാണ്. അതിനകത്ത് അദ്ദേഹം വെറുതെ ചുമ്മാ വാചക കസരത്ത് നടത്തി പോവുകയല്ല. ആ ഒരു സമയത്തുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എത്രത്തോളം രാജ്യത്തിന് വേണ്ടി ആക്റ്റീവാകണം എന്നുള്ള കാര്യവും, അതുപോലെ ഈ പലയിടങ്ങളിൽ അറിയപ്പെടാതെ കിടക്കുന്നവരെയൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തവരെയൊക്കെ അതിനകത്ത് കൊണ്ടുവന്ന് വെളിപ്പെടുത്തും, പേര് വെളിപ്പെടുത്തുന്നു. അതുപോലെ അവരുമായിട്ട് അതിലൂടെ ഒരു ഫോൺ സംഭാഷണവും ഒക്കെ ഉണ്ടായിരിക്കും. എത്രയോ പേരെ അങ്ങനെ കേരളത്തിലുള്ള ഇടമലക്കുടി പഞ്ചായത്ത്, അവിടെ ഒരു വായനശാലയുണ്ട്. ആ വായനശാലയിൽ നിന്ന് പുസ്തകങ്ങളൊക്കെ അവിടെ ആ കോളനികളിലൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വേമ്പനാട് കായലിൽ ഈ വേസ്റ്റ് കുപ്പികളൊക്കെ, പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ശേഖരിച്ച ഒരാളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതി P. വിജയൻ
അതായത് കാനന ക്ഷേത്രമായ ശബരിമലയിൽ ഈ വളരെ ആ ശുചീകരണം ഭക്തരും പോലീസുകാരും എല്ലാവരും കൂടി നടത്തുന്ന ഒരു ശുചീകരണ പ്രക്രിയയുണ്ട്. അതിനെയാണ് വാനോളം വാഴ്ത്തിയത്. അപ്പോൾ അങ്ങനെ ഒക്കെ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ഒരു അംഗീകാരമുണ്ട് മൻ കി ബാത്തിലൂടെ. പിന്നെ ഈ പത്മ പുരസ്കാരമൊക്കെ തന്നെ കൊടുത്തത് നമ്മളാരും അറിയാത്തവർക്കാണ്, അല്ലേ? മുൻകാലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറും ഈ പൊങ്ങന്മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴോ കുപ്പയിലെ മാണിക്യത്തെ കണ്ടെത്തി എന്നുള്ളതാണ്. പിന്നെ നരേന്ദ്രമോദി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവായി മാറി. ഇത് നരേന്ദ്രമോദിയുടെ മാത്രം കഴിവല്ല, ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ മിഷനറി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ആ ഒരു പുള്ളിങ്ങും കൂടെ കിട്ടിയപ്പോൾ മോദി ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യ നടുനായകത്വം വഹിക്കുന്ന ഒന്നായി മാറി. മോദി എന്തു പറയുന്നു എന്നുള്ളത് കാതോർത്തിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് വിസ കിട്ടാതിരുന്ന കാലമുണ്ട് നരേന്ദ്രമോദിക്ക്. ഇപ്പോൾ മോദിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പല രാജ്യങ്ങളും. മോദി വിരമിക്കുകയാണെങ്കിൽ അടുത്ത BJP-യുടെ അതെ, അപ്പൊ ഇത്തരത്തിലുള്ള ഉയർത്തിക്കാട്ടുക. അതെ, പല പേരുകളും ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഇപ്പം ഗഡ്കരിയുടെ പേര് പറയുന്നുണ്ട്. പിന്നെ അമിത്ഷായുടെ പേര് പറയുന്നില്ല എങ്കിലും അമിത്ഷാ എന്തുകൊണ്ട് ആയിക്കൂടാ. യോഗി ആദിത്യനാഥ് പറയുന്നുണ്ട്. പക്ഷേ ഇത് കൃത്യമായ ചില നീക്കങ്ങൾ പാർട്ടി നടത്തുന്നുണ്ട്. ഈ 75 വയസ്സാകുമ്പോൾ മോഹൻ ഭാഗവത് 75-ൽ എത്തുകയാണ്. RSSനെ സംബന്ധിച്ചിടത്തോളം അത് ഈ 75-ാമത്തെ വയസ്സിൽ അങ്ങനെ വിരമിക്കണമെന്ന് ഇല്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഒന്നുകിൽ അദ്ദേഹം പിന്മാറുക, അല്ലെന്നുണ്ടെങ്കിൽ അത് തുടർന്നും അങ്ങ് പോവുകയും ചെയ്യും. സ്വയം പിന്മാറുന്ന, അല്ലാതെ മാറ്റുക എന്നുള്ള ഒരു രീതി വരുന്നില്ല. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു 2029 വരെ പോകണം നരേന്ദ്രമോദി. അതുവരെ കൊണ്ടുപോകാനുള്ള സാധ്യതയും ഏറുകയാണ്. കാരണം ഇടയ്ക്ക് വെച്ച് 29 വരയിലേക്കാണല്ലോ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. ഇപ്പോൾ ദക്ഷിണേന്ത്യയിലൊക്കെ ഒരു വലിയ തരംഗം ഉണ്ടാക്കാനായിട്ട് മോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. RSS നിരീക്ഷിക്കുന്നത് പാർട്ടിക്ക് താഴെയാണ് വ്യക്തികൾ. അത് ഏത് പ്രസ്ഥാനത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം കോൺഗ്രസ്സുകാരിലൊക്കെയാണ് അത് അങ്ങനെയൊന്നും അല്ല. കോൺഗ്രസ്സിലെന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിന് അപ്പുറത്തേക്കാണല്ലോ വ്യക്തികൾ കയറി പോകുന്നത്. അത് നമ്മൾ കണക്ക് കൂട്ടണ്ട. ഈ RSS എന്നൊക്കെ പറയുന്നതും BJP എന്നൊക്കെ പറയുന്നതും അതിൻ്റെ ഒരു ചിട്ടയുണ്ട്, അതിൻ്റെ ഒരു കേഡർ സ്വഭാവം പുലർത്തുമെന്നുള്ളതാണ്. RSSനകത്ത് ഒക്കെ പ്രവർത്തിക്കുന്നതും അതിൻ്റെയൊക്കെ ഒരു വലിയ തലയുള്ള ആൾക്കാരുടെ ഒരു സംഘം തന്നെ അതിനകത്തുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ CPM എന്ന് പറയുന്ന പാർട്ടിക്കും ഒരു കേഡർ പാർട്ടി സ്വഭാവമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പ്രായപരിധി പറഞ്ഞു കഴിഞ്ഞാലും നിലവിൽ ആ സാഹചര്യം തുടരും. ആ കാലാവധി അവസാനിക്കുന്നിടം വരെ. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അതിനു മുമ്പ് മാറ്റി നിർത്തണമായിരുന്നു. ഇപ്പോൾ 24-ൽ നരേന്ദ്രമോദി പറഞ്ഞു ഞങ്ങൾ 400 സീറ്റ് നേടും എന്നുള്ള ഒരു പ്രഖ്യാപനം ഒക്കെ നടത്തി. ആ 400 സീറ്റിലെത്തിയില്ല. നിലവിലുണ്ടായിരുന്നതിനേക്കാൾ അല്പം കുറവും സംഭവിച്ചു. ഒരു കൂട്ടു മന്ത്രിസഭയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു വലിയ മുന്നേറ്റവും ഉണ്ടാക്കി. അപ്പം നരേന്ദ്രമോദിയെ മാറി നിന്ന് കഴിഞ്ഞാലൊന്നും BJPക്ക് ക്ഷീണമൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ എല്ലാവരും എല്ലാ കാലത്തും പ്രധാനമന്ത്രിയായിട്ട് തുടരണമെന്നുണ്ടോ? നെഹ്റു കുടുംബം പോലൊന്നും അല്ല BJP. അതാണല്ലോ ഈ കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും മുഴുവൻ ഇന്ത്യയിൽ നിന്ന് തമസ്കരിച്ചുകൊണ്ടാണ് BJP കടന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മോദി മാറാം. ചിലപ്പോൾ പാർട്ടിയുടെ ഒരു നിബന്ധന അനുസരിച്ച് 29 പൂർത്തിയാക്കണം എന്നുള്ള രീതിയിലേക്കും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷേ രണ്ടാം നിര എപ്പോഴും കേഡർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിര എങ്ങനെ രൂപപ്പെടുത്തിയേക്കും. രണ്ടാം നിരയിൽ നിരവധി പ്രമുഖരുണ്ട്. അതിലൊരാളായിരിക്കും വരാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.